ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരവസരമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. തന്നെത്താൻ ആത്മതപനത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഒരു പുനർവിചിന്തനം ചെയ്യുവാൻ കൂടിയിട്ടാണ് ഈ നോമ്പ് കാലം നമുക്ക് വേർതിരിച്ച് തന്നിട്ടുള്ളത്. ഞാൻ ഇന്നത്തേക്ക് ചെറിയ ചില ചിന്തകൾ മാത്രം വെക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം മുതൽ ഉള്ള ഭാഗങ്ങളിൽ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ യെശയ്യാപ്രവാചകൻ ഈ നോമ്പുകാലത്തിൻ്റെ ഉപവാസ കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് പറയുന്നതും നമ്മെ അറിയിക്കുന്നതും ഈ വിധത്തിലാണ്: നമ്മൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? നോമ്പ് കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ തന്നെ ആത്മതപനത്തിൻ്റെ നല്ല അനുഗ്രഹങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, അത് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയിൽ ചിലതിലൊക്കെയും നമ്മുടെ മനസ്സ് വളരെയധികം വേദനിക്കുകയും വളരെയധികം മുറിപ്പെടുകയും ചെയ്തു പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ അപ്രകാരം മുറിപ്പെട്ടു പോയിരിക്കുന്ന കാലഘട്ടങ്ങളെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ നല്ല രീതിയിൽ വേർപ്പെടുത്തിയെടുക്കുവാനും ആത്മതപനത്തോടുകൂടി, അല്ലെങ്കിൽ ആത്മാവിനേൽക്കുന്ന മുറിവുകളെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന നല്ല അനുഭവങ്ങളായി തീരുവാൻ വേണ്ടി നാം ആത്മതപനത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ദിവസങ്ങളാണിത്. ഇവിടെ യെശയ്യാപ്രവാചകനിൽ ചോദിക്കുമ്പോൾ, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ കാണാതിരിക്കുന്നതെന്ന ചോദ്യം നമുക്ക് കിട്ടുന്നത്, നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു പുതിയ വിചിന്തനത്തിനായിട്ടുള്ള ശ്രമം പലപ്പോഴും നടത്താറില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടങ്ങൾ, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടി ദൈവകൃപകളിൽ ആശ്രയിക്കാനും നമ്മെ തന്നെ പരിശോധിക്കുവാനുമായിട്ടുള്ള ഒരു നാളുകളാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോമ്പ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഉപവാസം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, നാം എത്രമാത്രം പ്രിയപ്പെട്ട കാര്യങ്ങളെയാണോ സൂക്ഷിച്ച് നമുക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്, അവയിൽ നിന്ന് മാറി നാം ഓരോരുത്തരും നമ്മെ തന്നെ ദൈവകൃപകളിലേക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് നല്ല പുനർവിചനത്തോടുകൂടി ആത്മാവിനേറ്റ മുറിവുകളൊക്കെയും സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടുള്ള നല്ല ദിവസങ്ങളിലേക്ക് ഒരുക്കുന്ന ഒരു കൃത്യമാണ് ഈ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നീ കാണാതിരിക്കുന്നത് എന്ത് എന്ന് യെശയ്യാപ്രവാചകന്റെ കാലഘട്ടത്തിൽ ചോദിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിന്നും ഇന്ന് നാം വന്ന് ചേർന്നിരിക്കുന്ന ഒരവസരം എന്ന് പറയുന്നത്, നമ്മൾ ആത്മതപനത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ മുറിപ്പാടുകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു പുതിയ വിശ്വാസത്തിൻ്റെയും പുതിയ തലങ്ങളുടെയും നല്ല അനുഭവങ്ങളുടെയും ഭാഗത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഈ നോമ്പ് കാലഘട്ടങ്ങൾ നാം ശരിയായി വിധേയപ്പെടുത്തുകയും ദൈവകൃപകളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് തന്നെ പറയും, 3-ാം അധ്യായത്തിൻ്റെ ഭാഗത്തിൽ പറയും, നിങ്ങൾ ആത്മതപനം ചെയ്യുന്നത്. തപനം എന്ന് പറയുന്ന നമുക്കറിയാം, വളരെയധികം വേദനപ്പെടുന്ന ഒരവസരത്തിലാണ് തപനത്തിൻ്റെ അവസ്ഥകൾ വരുന്നത്. ഈ അവസ്ഥയിൽ നാം പൂർണ്ണമായിട്ട് ദൈവകൃപകളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള പലവിധമായ മുറിവുള്ള ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ നാളുകളെല്ലാം ദൈവകൃപകളിൽ നിന്ന് നന്മകൾ അനുഭവിക്കുന്ന നല്ല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുമായിട്ടാണ് ഈ നോമ്പ് നാം ഈ സമയങ്ങളൊക്കെ ആചരിക്കുന്നത്. അതുകൊണ്ട് തപനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തോടു കൂടി ദൈവകൃപകളിലേക്ക് പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാലഘട്ടമായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന നാളുകളിൽ ആ നോമ്പിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വങ്ങളിലൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നോക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ള ചിന്തയിലല്ല ജീവിക്കേണ്ടത്. ദൈവം നമ്മുടെ എല്ലാ കുറവുകളെയും എല്ലാ വിഷമങ്ങളെയും എല്ലാ ഭാഗങ്ങളെയും കാണുന്ന ഒരു ദൈവ സാന്നിധ്യമായിട്ട് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി ദൈവകൃപകളിലേക്ക് സമർപ്പിക്കുകയും, ദൈവമേ, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതല്ല, നീ ഞങ്ങളെ അറിയുന്നു, ആ
സംഭവിച്ചു പോയ മുറിപ്പാടുകളിൽ നിന്നൊക്കെയും പുതിയ തലങ്ങളിലേക്ക് വിശ്വാസത്തോടു കൂടി വളരേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളിൽ നാം പുതിയതായി തീരുകയും ചെയ്യണം എന്നുള്ള നല്ല ചിന്തകളെയാണ് നോമ്പ് ഈ കാലഘട്ടം വെക്കുന്നത്. അതായത് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയും ദൈവകൃപകളിലേക്ക് നമ്മുടെ മുറിപ്പാടുകളെ സമർപ്പിക്കുകയും നമുക്കൊരു പുതിയ വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഒരുക്കിത്തരികയും ചെയ്യുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആത്മാവിനേറ്റ എല്ലാ മുറിവുകളെയും ദൈവങ്ങൾ സമർപ്പിക്കുവാനായിട്ട് സർവശക്തനാദിയും നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കൃപയേറുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ചിന്തകളെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. പുതിയ വിശ്വാസത്തോടുകൂടി ഉണർവിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ ഉദിച്ചു വരുവാൻ തക്കവണ്ണം ഈ നാടുകളിൽ ഞങ്ങളുടെ മനസ്സുകൾ കേട്ടിട്ടുള്ള മുറിവുകളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ.